എല്ലാവർക്കും റിഡക്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയം കുറച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ ടോണി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ഐ ഡി ചില പോയിൻറ്റ്സ് റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് നമുക്ക് എന്താണെന്ന് കേൾക്കാന്നിട്ട് അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് പുള്ളി പറഞ്ഞൊന്ന് കേൾക്കാം. ഈ പലസ്തീനിയൻസുമായിട്ട് ഇദ്ദേഹം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഞാൻ വേറെ ഒരു കാര്യം പറയാം. ഞാൻ നമ്മളിവിടെ കാണുന്ന പല പലസ്തീനിയൻസിൻ്റെയും ട്രൈബ് നെയിം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫുൾ നെയിം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ് വിൽ എൻഡ് അപ്പ് മെജോറിറ്റി ഓഫ് ദം ഹാവ് സം നെയിംസ് ലൈക്ക് അൽ ബഗ്ദാദി, അൽ കുർദി, അൽ മഗ്രിബി, അൽ അഫ്ഗാനി എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ അവിടെ ഉള്ളവരുടെ എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഇൻഡിജീനിയസ് എന്ന് പറയാൻ അവിടെ ഒന്നോരെല്ലാം അവിടെ ഓരോ കൃഷി ചെയ്യാനായിട്ട് ഈ ഭാഗത്തോട്ട് വലിഞ്ഞു കയറി ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്ത് നിന്ന് വന്ന അറബ്സാണ്, മനസ്സിലായി? അല്ലാതെ അവിടെ നിന്നിട്ട് ഇതെല്ലാം അവിടെ തന്നെ നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ആൾക്കാരല്ല. നിങ്ങൾ കുറേ പേരുടെ നിങ്ങൾ പേരുകൾ എടുത്ത് നോക്കുക, നിങ്ങൾ വായിച്ച് നോക്കുക. കുറേ പേരുടെ പേരുകൾ എടുത്തിട്ട് നിങ്ങൾ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ നോക്കുക, ഫുൾ നെയിംസ് വായിച്ച് നോക്കുക. യു വിൽ ഗെറ്റ് ദിസ്. ചുമ്മാ ഇരുന്നോട്ട് തള്ളുന്നതിനൊരു പരിധി. ഓക്കെ, അപ്പം നിങ്ങൾ കേട്ടെന്ന് തോന്നുന്നു. പുള്ളി പറയുന്നത് ബേസിക്കലി ഇൻഡിജിനിയസ് എന്നതൊരു തള്ളലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ പേര് നോക്കണം. അൽ അഫ്ഗാനി, അൽ ബഗ്ദാദി, അൽ കുർദി, പിന്നെന്താണ് എന്തോ കുറേ അല്ലുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ കുറേ അല്ലുകൾ ഈ ലാസ്റ്റ് നെയിമിൽ വരുന്നതുകൊണ്ട് അവരെ നമുക്ക് ഇൻഡിജിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി വാദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വന്നവർ ഇൻഡിജിനസ് ആവില്ല എന്നൊരു നോഷൻ ഇല്ല എന്നതാണ്. ഇൻഡിജിനസ് ആളുകളെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൊളോണിയൽ പവറുമായിട്ട് റിലേഷനിലാണ്. ഇത് നമ്മുടെ സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്ന പ്രീവിയസ് വീഡിയോയിൽ ലോറൻസോ വെറാച്ചിനിയായിട്ട് നമ്മൾ നടത്തിയ ഇൻ്റർവ്യൂവിൽ വെറാച്ചിനി റേസ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇതൊരു ഇൻഡിജിനിയസ് സ്റ്റേറ്റസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഫിൻ്റെ സ്റ്റേറ്റസ് കിട്ടുക എന്നത് മാതിരിയാണ്. ഒരു ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് വൈഫിൻ്റെ സ്റ്റേറ്റസ് കിട്ടുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഇൻഡിജിനസ് സ്റ്റേറ്റസ് കിട്ടുന്നത് ഒരു കൊളോണിയൽ പവർ വരുമ്പോഴാണ്. സോ ഒരു കൊളോണിയൽ പവർ ഉള്ളപ്പോൾ ആണ് നിങ്ങൾക്ക് ഇൻഡിജിനസ് സ്റ്റേറ്റസ് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ വെളിയിൽ നിന്ന് വന്നോ ഇല്ലയോ എന്നല്ല. നിങ്ങൾ ആ പ്രദേശത്ത് കുറച്ച് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ആയിട്ട് താമസിക്കുമ്പോൾ നിങ്ങളെ കൊളോണൈസ് ചെയ്യുന്നതാണ്. ആൻഡ് കൊളോണൈസേഷനെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഇൻഡിജിനസ് പീപ്പിളിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ വിക്കിപീഡിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് Indigenous people are the earliest known inhabitants of an area and their descendants, especially one that has been colonized by a now dominant group of settlers. So എപ്പോഴും കോളനൈസേഷനെ ചുറ്റിപ്പറ്റിയാണ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറീസിൽ നോക്കുകയാണ്. ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറീസിൽ പറയുന്നതും കമ്മിങ് ഫ്രം എ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് ഹാവിങ് ലിവ്ഡ് ദെയർ ഫോർ എ ലോങ് ടൈം ബിഫോർ അതർ പീപ്പിൾ കെയിം ദെയർ. അതായത് വെളിയിൽ നിന്നൊരാൾ വരുന്നതിന് മുമ്പ് ഒരുപാട് കാലഘട്ടം അവിടെ താമസിച്ച ആളുകൾ എന്നതാണ് ഇൻഡിജിനസ്. അതായത് ഇവിടെ താമസിക്കുന്ന ആളുകൾ വെളിയിൽ വന്നോ ഇല്ലയോ എന്നതില്ല. വെളിയിൽ നിന്ന് ഒരാളുകൾ വരുമ്പോൾ ആ സ്ഥലത്ത് കുറേ തലമുറകളായിട്ട് കുറേ കൂട്ടം മനുഷ്യർ താമസിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഇൻഡിജിനസ് എന്നാണ് ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറി .com കാണുന്നത്. ഇനി ഞാൻ നോക്കുന്നത് ഓക്സ്ഫോർഡ് റെഫറൻസ് .comലാണ്. അതിൽ ഇൻഡിജിനസ് പീപ്പിളിനെ കുറിച്ച് പറയുന്നത് ഇതാണ്: ദോസ് പീപ്പിൾസ് ആൻഡ് നേഷൻസ് ദാറ്റ് ഹാവ് എ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി വിത്ത് പ്രീ ഇൻവേഷൻ ആൻഡ് പ്രീ സെറ്റിലർ കൊളോണിയൽ സൊസൈറ്റീസ് that developed on their territories and consider themselves distinct from other sectors of societies now prevailing in those territories. അതായത് ആ സ്ഥലത്തുള്ള ഒരു പ്രീ സെറ്റിലർ കൊളോണിയലിസം അല്ലെങ്കിൽ പ്രീ ഇൻവേഷൻ, അതായത് ഒരു കൊളോണിയൽ ശക്തിയോ അല്ലെങ്കിൽ ഒരു ഇൻവേഷനോ വരുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്ന വ്യക്തികൾ ആരാണോ, ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഉള്ള വ്യക്തികൾ ആരാണോ അവരെയാണ് നമ്മൾ ഇൻഡിജിനസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ സയനിസ്റ്റുകളാണ് അവിടെ അധിനിവേശം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അധിനിവേശം നടത്തുന്നതിന് മുമ്പ് അവിടെയുള്ള ആളുകൾ ആരാണെന്ന് വെച്ചാൽ അവിടെയുള്ള ജനതയാണ് നമ്മൾ ഇൻഡിജിനസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ പേരിൽ അൽ അഫ്ഗാനി, അൽ കുർദുബി, അൽ ബഗ്ദാദി ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നതല്ല. ആ പേരുള്ള മനുഷ്യർ എന്താ പറയുന്നത് അവിടെ വന്നത് ഈ കൊളോണിയൽ ശക്തി വരുന്നതിന് മുമ്പാണ് വന്നത്. കൊളോണിയൽ ശക്തി വരുന്നതിന് മുമ്പ് തലമുറകളായിട്ട് അവിടെ താമസിച്ചിരുന്നോ ഇല്ലയോ എന്ന് മാത്രമേ അവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ടറുള്ളൂ. അല്ലാതെ അവരുടെ ലാസ്റ്റ് നെയിം അൽ ബഗ്ദാദിയാണ്, അൽ കുർദുബിയാണ് എന്നതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഇനി മെറിയൻ വെബ്സ്റ്ററിൽ ഇത് തന്നെ പറഞ്ഞത് ഓർ റിലേറ്റിംഗ് ടു ദി ഏർലിയസ്റ്റ് നോൺ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് ആൻഡ് എസ്പെഷ്യലി ഓഫ് എ പ്ലേസ് ദാറ്റ് വാസ് കോളനൈസ്ഡ് ബൈ എ നൗ ഡോമിനൻറ്റ് ഗ്രൂപ്പ്. അതായത് കോളനൈസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്ന ഏർലിയസ്റ്റ് നോൺ പീപ്പിൾ എന്നാണ് മെറിയൻ വെബ്സ്റ്റർ. അപ്പോൾ മെറിയൻ വെബ്സ്റ്ററും പറയുന്നത് ബേസിക്കലി കോളനൈസേഷൻ എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന വെളിയിൽ നിന്ന് ഒരാളുകൾ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത എല്ലാ ഡെഫിനിഷൻസിലും നമുക്ക് കാണാൻ പറ്റുന്നത്
വെളിയിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ ആ പ്രദേശത്ത് തലമുറകളായിട്ട് താമസിച്ചിരുന്ന ഒരു മനുഷ്യരാണ് എന്നൊരു കോമൺ കൺസെൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഡിജിനസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു കോമൺ മാൻ ചെയ്യേണ്ട ഒരു ബേസിക് കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിക്ഷണറി നോക്കുക, വിക്കിപീഡിയ നോക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. ഇത് ജസ്റ്റ് ഒരു ആവറേജ്, അത്ര സീരിയസ് അല്ലാതെ നമ്മൾ ചുമ്മാ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെഫിനിഷൻസ് മാത്രമാണ് നോക്കുന്നത്. ഒരു ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്ന അർത്ഥം മാത്രമേ ഈ ഒരു സെർച്ചസ് കാണിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയും വിക്കിപീഡിയയും ബേസിക്കലി അതിൻ്റെ അക്കാദമിക സോഴ്സുകളല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു കോമൺ മാൻ സെർച്ച് ചെയ്യുമ്പോൾ പോലും കിട്ടുന്നത് ഇത്തരം നിർവചനങ്ങളാണെന്നാണ്. നമുക്കിനി ഇതിൻ്റെ കുറച്ച് സീരിയസ് ഡെഫിനിഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇൻഡിജിനസ് ആൻഡ് ട്രൈബൽ പീപ്പിൾ കൺവെൻഷൻ 1989 അതിൽ 169th നമ്പർ പറയുന്നുണ്ട്. ഇൻഡിജിനസ് പീപ്പിൾ അല്ലെങ്കിൽ ഇൻഡിജിനസ് ആൻഡ് ട്രൈബൽ പീപ്പിൾ കൺവെൻഷൻ ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ള നിർവചനങ്ങളാണ്. അപ്പോൾ അതിൽ 1B കൃത്യമായിട്ട് പറയുന്നുണ്ട്, പീപ്പിൾ ഇൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഹു ആർ റിഗാർഡഡ് ആസ് ഇൻഡിജിനസ് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ ഡിസെൻറ്റ് ഫ്രം പോപ്പുലേഷൻസ് which inhabited the country at the time of the conquest or colonization or the establishment of present state boundaries and who irrespective of the legal, അതായത് കുറേ ഇൻഫർമേഷൻസ് അവർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ബേസിക് പോയിൻ്റ് ആ ഒരു സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൊളനൈസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അവർ അൽ ബഗ്ദാദി ആയിക്കോട്ടെ, അൽ കുർദി ആയിക്കോട്ടെ, ഈ സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോളനൈസേഷൻ ഉണ്ടാകുമ്പോൾ അതിന് മുമ്പ് അവരവിടെ താമസിച്ചിരുന്നു എങ്കിൽ ഇൻഡിജിനസ് എന്നുള്ള കാറ്റഗറിയിൽ അവർ വരും. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സൈറ്റാണ്. അവിടെ നമുക്ക് കാണുന്നത് ഇൻഡിജിനസ് പീപ്പിൾസ് ഹാവ് ഇൻ കോമൺ എ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി വിത്ത് എ ഗിവൺ റീജിയൻ പ്രയർ ടു കോളനൈസേഷൻ ആൻഡ് എ സ്ട്രോങ് ലിങ്ക് ടു ദെയർ ലാൻഡ്സ്. അതായത് ഈ കൊളനൈസേഷന് മുമ്പ് ഒരു ഹിസ്റ്റോറിക്കൽ തലമുറകളായിട്ട് അവിടെ താമസിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ഇവർ വെളിയിൽ നിന്ന് വരണം എന്ന് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരണമെന്നോ വെളിയിൽ നിന്ന് വരാൻ പാടില്ല എന്നുള്ള നിർവചനമൊന്നും ഞാൻ കാണുന്നില്ല. ഇനി നമുക്ക് യുണൈറ്റഡ് നേഷൻസ് പാലസ്തീൻ ജനതയെക്കുറിച്ച് പറഞ്ഞ 2 റിപ്പോർട്ടുകൾ ഞാനിവിടെ വായിക്കാം. ഇത് ബേസിക്കലി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹിസ്റ്ററി ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ഇസ്രായേൽ ഗാസ ക്രൈസിസ് എന്ന ഹെഡിങ്ങിൽ സിറ്റുവേഷൻ ഇൻ ഒക്കുപ്പൈഡ് പാലസ്റ്റൈൻ ആൻഡ് ഇസ്രായേൽ ഹിസ്റ്ററി എന്ന് പറയുന്ന അതിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിൽ ബേസിക്കലി കൃത്യമായിട്ടൊരു പാരഗ്രാഫുണ്ട്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദി മാൻഡേറ്റ് ദി സയനിസ്റ്റ് ഓർഗനൈസേഷൻ വർക്ക് ടു സെക്യൂർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ജൂയിഷ് നാഷണൽ ഹോം ഇൻ പാലസ്റ്റൈൻ. ദി ഇൻഡിജിനസ് പീപ്പിൾ ഓഫ് പാലസ്റ്റൈൻ ഹൂസ് forefathers had inhabited the land for virtually the 2 preceding millennia felt this design to be a violation of their natural and inalienable rights. So ഇവിടെ യുണൈറ്റഡ് നേഷൻസ് പറയുന്നുണ്ട് അവിടെ 2 മില്ലേനിയ ആയിട്ട് തലമുറയായിട്ട് താമസിച്ചിരുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള പലസ്തീനിയൻസിൻ്റെ റൈറ്റ്സ് അവിടെ വയലേഷനായിട്ട് അവർ കണ്ടു എന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട്. ഓക്കെ, ഒന്നത്. ഇത് മാത്രമല്ല, വേറൊരു യുണൈറ്റഡ് നേഷൻസിൽ വന്ന ഒരു പോയിൻ്റ് ഞാൻ പറയാം. ഇത് ബേസിക്കലി ദി ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പലസ്തീനിയൻ പീപ്പിൾ എന്ന ഹെഡിങ്ങിൽ യുണൈറ്റഡ് നേഷൻസിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന 1981 പബ്ലിഷ് ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ്. ബേസിക്കലി ഇവിടെ അവർ വയ്ക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ദ റോയൽ കമ്മീഷൻ ഫൗണ്ട് നോ വേ ടു റീകൺസൈൽ ദ ഡ്യുവൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് അണ്ടർ ദ കോൺട്രാക്റ്റീവ് ടേംസ് ഓഫ് ദ മാൻഡേറ്റ് ടു ദ ഇൻഡിജിനസ് പീപ്പിൾ ഓഫ് പാലസ്റ്റൈൻ ആൻഡ് ടു ദ ന്യൂ ജൂയിഷ് കമ്മ്യൂണിറ്റി ക്രിയേറ്റഡ് ഇൻ പാലസ്റ്റൈൻ അണ്ടർ മാൻഡേറ്റ്. അപ്പോൾ മാൻഡേറ്റിൽ പുതിയതായിട്ടുണ്ടാക്കിയ, അവർ ഉപയോഗിക്കുന്ന മാൻഡേറ്റിൽ പുതിയതായിട്ടുണ്ടാക്കിയ ജൂയിഷ് കമ്മ്യൂണിറ്റിയും ഇൻഡിജിനസ് ആയിട്ടുള്ള പാലസ്തീൻ 2 ഗ്രൂപ്പായിട്ട് തന്നെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോണി ചെയ്യുന്നത് ടോണിയുടേതായ ഒരു അഭിപ്രായം പറയുകയാണ്. ടോണി ഇവിടെ ഒരു അക്സെപ്റ്റഡ് നിർവചനം ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ എടുക്കുന്നില്ല എന്നത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ടോണി എടുക്കുന്ന നിർവചനം എന്താണ് എന്ന് കൊണ്ടുവരണം. എന്താണ് ടോണി ഉദ്ദേശിക്കുന്ന ഇൻഡിജിനസ് പീപ്പിൾ എന്താണ്, അതിൻ്റെ റെഫറൻസ് എന്താണ്, ആൻഡ് ഹൗ ഡു യു കാറ്റഗറൈസ് ഇൻഡിജിനസ് പീപ്പിൾ. അതായത് അവരുടെ ലാസ്റ്റ് നെയിം അൽ കുർദുബിയാണ്, അൽ ബഗ്ദാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇൻഡിജിനസ് ആവുന്നില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. എല്ലാവരും പറയുന്നത് വെളിയിൽ നിന്നൊരു കൂട്ടം ആളുകൾ കൊളനൈസ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് അവിടെ ഒരു കൂട്ടം മനുഷ്യർ താമസിച്ചിരുന്നു
ഇല്ലയോ? ആ കൂട്ടം മനുഷ്യർ ഇനി ബഗ്ദാദിൽ നിന്ന് വന്നാണോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നാണോ എന്നത് അവിടെ റെലവൻ്റ് അല്ല. അങ്ങനെയാണ് ഈ ടോണി ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ടോണി മനസ്സിലാക്കുന്ന ഈ ലോകത്ത് ആരും ഇൻഡിജിനസ് ഇല്ല. അപ്പം അബോറിജിനൽസ് ഇൻഡിജിനസ് അല്ല, എന്താ പറയുന്നത്, നേറ്റീവ് അമേരിക്കൻസ് ഇൻഡിജിനസ് അല്ല, ബ്ലാക്സ് സൗത്ത് ആഫ്രിക്കയിൽ ഇൻഡിജിനസ് അല്ല. കാരണം ബ്ലാക്സ് വേറെ ഏതെങ്കിലും ആഫ്രിക്കയുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് വന്നായിരിക്കും. ഇനി ടോണി വെച്ച ക്ലെയിമിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പലസ്തീനികളെ കണ്ടിട്ടുണ്ടോ, അവരുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നാമതൊരു എംപെരിക്കൽ ക്ലെയിമാണ്. എത്ര പലസ്തീനികൾക്ക് അങ്ങനെ പേരുണ്ട് എന്നുള്ള ഡേറ്റ, എന്തെങ്കിലും സർവേയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഷെയർ ചെയ്യണം. ഇത്ര പെർസെൻറ്റേജ് ഓഫ് പാലസ്തീനി ആളുകൾക്ക് ഇയാൾ ബഗ്ദാദി ഇയാൾ ഇങ്ങനെയുണ്ട് എന്നുള്ള സംഭവമാണ്. അല്ലാതെ ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്ത ആളുകളുടെയൊക്കെ പേര് ഇതാണ് എന്ന് പറയുന്നത് ബേസിക്കലി അനക്ഡോട്ടൽ ക്ലെയിമാണ്. അപ്പോൾ ഇത്തരം അനക്ഡോട്ടൽ ക്ലെയിം വെച്ചിട്ട് നമ്മളൊരു ക്ലെയിം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് ബേസിക്കലി ഒരു അവൈലബിലിറ്റി എററായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അവൈലബിലിറ്റി എറർ എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം. ഇപ്പം വൺ കമ്മിറ്റ്സ് ദി അവൈലബിലിറ്റി എറർ വെൻ വൺ പേസ് അറ്റൻഷൻ ടു ഓർ ഈസ് കമ്പൽഡ് ബൈ ദ റെഡിലി അവൈലബിൾ എവിഡൻസ്, ദ എവിഡൻസ് ദറ്റ് ഈസ് ഒബ്വിയസ്, മെമ്മറബിൾ ഓർ സൈക്കോളജിക്കലി കമ്പലിംഗ്, ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ഓൾ എവിഡൻസ് ഓർ ദി റിലയബിൾ എവിഡൻസ്. അതായത് ഓൾ എവിഡൻസ് ഓൾ ഡേറ്റ എടുക്കാതെ ജസ്റ്റ് എൻ്റെ മെമ്മറിയിലുള്ള 1-2 പേരുടെ ഡേറ്റ എടുത്തിട്ട് ഇത്തരം ടോട്ടൽ ക്ലെയിംസ് വയ്ക്കുന്നത് ജസ്റ്റ് ഒരു അവൈലബിലിറ്റി എററായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം അത്രയും ആർഗ്യുമെൻറ്റ്സ് യുക്തിവാദികളെന്ന് പറയുന്നവർ മുമ്പോട്ട് വയ്ക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഫോർ ദ സേക്ക് ഓഫ് ദി ആർഗ്യുമെൻറ്റ് ലെറ്റ്സ് അഗ്രി, പാലസ്തീനി ആളുകളുടെ പേര് ഇങ്ങനെയാണ്, ഡേറ്റ ഒന്നുമില്ല, എന്നാലും നമ്മൾ ചുമ്മാ അങ്ങ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഈ വാദം ഭയങ്കര കോമഡിക്കാണ്. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിലെ മുസ്ലിംസിൻ്റെ ചില പേരുകൾ എൻഡ് ചെയ്യുന്നത് ഒഫീഷ്യൽ നെയിം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബുഖാരി എന്നുള്ള പേരിൽ എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു പേരുണ്ട് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി. ഇദ്ദേഹം ഒരു ഫേമസ് ആൾ തന്നെയാണ്. അവരുടെ പേരിൽ ഈ ബുഖാരി എന്ന പേര് വരാനുള്ള കാരണം ബുഖാറ എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ബുഖാരി എന്നുള്ള വാക്ക് വരുന്നത്. പിന്നുള്ള ആളുകളാണ് ജിഫ്രി. അപ്പോൾ ഈ ജിഫ്രി എന്നുള്ള സംഭവത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പറയാം സയ്യിദ് മുഹമ്മദ് ജിഫ്രി. ഈ ജിഫ്രി എന്ന് പറഞ്ഞാൽ യമനിലെ ഉള്ള ഒരു ഫദർ മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു പേരാണ് ജിഫ്രി എന്ന് പറയുന്നത്. അതേമാതിരി ബാഫക്കി എന്ന് പറയുന്ന ലാസ്റ്റ് നെയിം, ഒഫീഷ്യലി ലാസ്റ്റ് നെയിം വരുന്ന കുറേ മുസ്ലിം കുടുംബങ്ങൾ. ഇപ്പോൾ ഉദാഹരണം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി. ഇവർ യമനിലെ തരീമിൽ നിന്നുള്ള കുടുംബ പേരുകളാണ്. അപ്പോൾ ഈ ലാസ്റ്റ് നെയിംസ് വെച്ചിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആക്ച്വലി വാട്ട് യു ആർ സേയിങ് ഈസ്, ഇപ്പം നാളെ ഇന്ത്യനെ വീണ്ടും ബ്രിട്ടീഷുകാർ കൊളനൈസ് ചെയ്യുവാണെങ്കിൽ ഈ പേരുള്ളവരെ നോക്കി കാണിച്ചിട്ട് ടോണി പറയുമ്പോഴൊന്നും തദ്ദേശീയരല്ല. കാരണം ഇവരുടെ പേരൊക്കെ കണ്ടോ, ബുഖാരി ബുഖാറയിൽ നിന്ന് വരുന്നവരാണ്, ബാഫക്കി യമനിൽ നിന്ന് വരുന്നവരാണ്, ജിഫ്രിയും വെളിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്നും തദ്ദേശീയരല്ല എന്നൊരു വാദം നമുക്ക് എടുക്കേണ്ടി വരും. ആൻഡ് ദാറ്റ്സ് പ്ലെയിൻലി കോമഡിക്കാണെന്ന് നമുക്കറിയാം. കാരണം അതല്ല ഇതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അതുമാത്രമായിരുന്നു എനിക്കിന്ന് പറയാനുള്ളത്. ഈ ആളുകളുടെ പേരുകളുടെ ലാസ്റ്റ് നെയിം വെച്ചിട്ട് അവർ ഇവിടുന്ന് വന്നവരാണ് എന്ന് ഒരു കൺക്ലൂഷൻ എത്തിച്ചിട്ട് ഇവർ തദ്ദേശീയരല്ല എന്ന് പറയുന്ന ഒരു വികലവാദമാണ്. ഒരു കോമൺ സെർച്ചിൽ പോലും നമുക്ക് ഇൻഡിജിനസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതല്ല കിട്ടുന്നത്. എന്താ പറയുന്നത്, അക്കാദമികമായിട്ടോ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ നിർവചനത്തിലും ഇങ്ങനെയല്ല വരുന്നത്. ഇനി അതൊക്കെ തഴഞ്ഞിട്ട് വെറുതെ ഈ ഒരു വാദം, അതായത് പേര് നോക്കി നമ്മൾ എടുക്കുന്നത് അവൈലബിലിറ്റി എററാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡേറ്റയൊന്നും പുള്ളി പറഞ്ഞിട്ടുമില്ല. ഇനി ജസ്റ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്താലും അങ്ങനെ തന്നെ ആണെന്ന് എടുത്ത് കൊടുത്താലും ദാറ്റ് ഡസൻറ്റ് മീൻ ആ പേരുള്ളവർ ഇൻഡിജിനസ് ആവുന്നില്ല. കാരണം കേരളത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്, വേറെ സ്ഥലത്തിൻ്റെ പേരുകൾ ലാസ്റ്റ് നെയിമിൽ ഒഫീഷ്യലായിട്ട് വരുന്ന ആളുകളുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഇൻഡിജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഹിസ്റ്ററിയുടെ ഏതോ പോയിൻ്റ് ഓഫ് ടൈമിൽ അവരിവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നു എന്നതുകൊണ്ട് അവർ തദ്ദേശീയരാകുന്നില്ല എന്നല്ല. തദ്ദേശീയരുടെ ബേസിക് സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു കൊളോണിയൽ ശക്തി വരുന്നതിന് മുമ്പ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഉള്ള തലമുറയിൽ ജനിച്ചവയും മനുഷ്യർ, അത്രയേ ഉള്ളൂ ഫണ്ടമെൻ്റലി. പിന്നെ കുറേ ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. അതായത് അവർ മൈനോറിറ്റി ആയിരിക്കണം, അവരെ ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, അവരുടെ കൾച്ചർ ഇപ്പം അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അതൊക്കെ കൃത്യമായിട്ടും ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഈ ഡിസ്കോഴ്സ് മുമ്പോട്ട് പോകേണ്ടത് എന്നതാണ് ഞാൻ വാദിക്കുന്നത്. ഇനി ഞാൻ വാദിക്കുന്നത് ശരിയാണ് എന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ റെഫറൻസുകളും സോഴ്സുകളും പറഞ്ഞു. ഈ റെഫറൻസുകളും സോഴ്സുകളുമാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. എൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ്. അപ്പം നിങ്ങൾ റെഫർ ചെയ്യുന്ന സോഴ്സ് എന്താണ്? നിങ്ങളുടെ വാദം എടുക്കാൻ ഞാൻ റെഡിയാണ്. വാട്ട് ഈസ് ദ സോഴ്സ് ദാറ്റ് യു ആർ റെഫറിങ്? വാട്ട് ആർ യുവർ റെഫറൻസസ്? വാട്ട് ആർ യുവർ സോഴ്സസ്? ഹൗ ആർ യു ഡിഡ്യൂസിങ് ദിസ്? ചുമ്മാ എൻ്റെ തോന്നലിൽ നിന്ന് പറയുകയാണ് എന്ന് പറയുന്നതിനോട് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എവിടെയുള്ളൊരു ടോണി പറഞ്ഞു എന്നല്ല, ഒരു അക്കാദമിക് അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും.
കാരണം ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് ഡീലിംഗ് വിത്ത് ദീസ് തിങ്സ്. ഏതോ ഒരു അവിടെ ഇവിടെയും കിടക്കുന്ന ഏതോ ഒരു ഐഡിയയിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു വിത്തൗട്ട് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊരു പേഴ്സണലി നമ്മൾ എടുക്കല, ജസ്റ്റ് ഈ ആർഗ്യുമെൻറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പോയിൻ്റ് എടുത്തത്. സോ ഹോപ്പ് ദിസ് ഐഡിയ ഈസ് ക്ലിയർ. ഈ ഐഡിയ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.